കുമ്പളങ്ങ, വെള്ളരിക്ക, പപ്പായ ഈ മൂന്ന് ഇത് ചേർന്നാലും അതായത് മൂന്ന് നമ്മളെ പച്ചക്കറി കഷ്ണങ്ങളാണെങ്കിലും അത് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് മോര് കറി. ഇപ്പം നമ്മൾ സാധാരണ മോരും അതുപോലെ തൈരാണെങ്കിലും ഒക്കെ ഉപയോഗിക്കും. നമ്മൾ മോര് കറി എന്ന് പറയുമെങ്കിലും തൈര് മോരൊക്കെ ഉപയോഗിക്കാം. നല്ല രസമുള്ള കറിയാണ്. ഒരു നല്ല പുളിയാണല്ലോ അതിൻ്റെ കാര്യം, പുളി രസമാണല്ലോ മുന്നോട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് നല്ല രസമാണ്. എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കറി കൂടിയാണ്. അപ്പം അമ്മയ്ക്കും അതെ. അതിൻ്റെ കൂടെ തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിലേക്ക് വേറൊരു, അത് ശരിക്കും വെജും നോൺ വെജും ചേർന്നാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. മത്തി, ചെറിയ മത്തി, അധികം വലുപ്പമില്ലാത്ത മത്തി വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മളെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഇതാ കറി വയ്ക്കാനുള്ള കുമ്പളങ്ങ, ചേന, ചേമ്പ് അതിവിടെ ഉണ്ട്. ഇത് ഒരു കുമ്പളങ്ങ വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് മുറിക്കാം, മുഴുവൻ വേണ്ട. ഒരു കഷ്ണം അവിടെ മാറ്റി വെച്ചു. അപ്പോൾ കുമ്പളങ്ങ തന്നെ ആദ്യം നമുക്ക് തോലൊക്കെ ഒന്ന് ചെത്താം. ഇന്നിപ്പോൾ കുമ്പളങ്ങ കൊണ്ടുള്ള കറി, അതായത് നമ്മൾ തൈരൊക്കെ ഒഴിച്ചിട്ടുള്ള കറി, നല്ല രസമാണ്. പിന്നെ ഇപ്പം ഇനി അതിലേക്ക് നമുക്ക് ചേന അത് ഒരു കഷ്ണം അവിടെ മാറ്റി വെച്ചു. പിന്നെ ഇതാ വലിയ ചേമ്പാണ്. അത് കുറച്ച് വലിപ്പം ഉള്ള തന്നെയാണ്, നല്ല വലുത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ കഴുകി ഇതാ വരട്ടെ, ഓരോന്നായിട്ട് അങ്ങനെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് എടുത്ത് നുറുക്കുക വേണ്ടത്. കുമ്പളങ്ങ തന്നെയാണ് ആദ്യം ഒരു പാകം വലുപ്പത്തിന് തന്നെ ഉണ്ട് കഷ്ണങ്ങളാക്കി നുറുക്കാം. പിന്നെ ഇപ്പോൾ ചേമ്പൊക്കെ ഒന്ന് കൊത്തിയിടാം. ഇടയ്ക്കൊരു തൈരൊഴിച്ച കറി, അത് രസമാണ്. പിന്നെ ഇപ്പോൾ ചേന, കഷ്ണങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി അത് പാകത്തിന് ഇടാം. പിന്നെ നമുക്ക് മുളക് പൊടി അതും ചേർക്കാം. മുളക് പൊടി കുറച്ചും കൂടിയാണ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. അടുപ്പത്ത് വയ്ക്കാം നമുക്ക്. പാകത്തിന് വെള്ളം ഒഴിച്ച് ഇതാ അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ ഇത് വേവട്ടെ. അതിൻ്റെ സമയം കൊണ്ട് നമുക്ക് തേങ്ങ ചിരവിയത് ഇവിടെ ഉണ്ട്. ഇതും തൈരും ചേർത്തിട്ട് അത് അരയ്ക്കാനുള്ളതാണ്, അത് അരച്ചെടുക്കാനുള്ളതാണ്. ഇതാ ഇനിയിപ്പോൾ ഇത് നമുക്ക് അരച്ച് ഇവിടെ വയ്ക്കാം. ഇതാ ഒരു 3 വിസിൽ, വെള്ളമൊക്കെ പാകത്തിന് തന്നെയാണ്. ഒക്കെ അതിന് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് വെള്ളമൊക്കെ പാകത്തിനാക്കി തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത്. വെന്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ തീയിൽ നിന്ന് അടുപ്പ് കത്തിച്ച് ശേഷം നമ്മൾ അരച്ച് വെച്ചത് അതാണ്ട് ചേർക്കാം. ഇനിയിപ്പോൾ കറിവേപ്പില. ഇനി നമുക്ക് വറവിടാണ് വേണ്ടത്. വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക് അത് വറുത്തിട്ടു. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡിയായി. തൈര് ഒഴിച്ചിട്ടുള്ള കുമ്പളങ്ങ കറി റെഡിയായി. ഇനിയിപ്പോൾ ഇതാ ഒരു പാകം വലുപ്പത്തിലുള്ള മത്തിയാണ്. ഇതാണ് ഇപ്പോൾ ഇന്ന് വറക്കുന്നത്. ഒക്കെ മസാലയൊക്കെ പുരട്ടി ഇവിടെ റെഡിയാക്കി വെച്ചതാണ് കുറേ സമയം. ഇനി ഇതാ വെളിച്ചെണ്ണ ഒഴിക്കാം ചട്ടിയിൽ. നമുക്കത് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏതായാലും മീൻ വറുക്കലുമായി. മത്തി വറുത്തത് അത് നല്ല രസമാണ്. അതുപോലെ കണ, ഇത് രണ്ടുമാണ് ഞങ്ങൾക്ക് വറുത്ത മീനിൽ കൂടുതലിഷ്ടം. മത്തി വറുത്തത് നല്ല രസമാണ്.
അപ്പോൾ ഇനി അമ്മ അതൊക്കെ വറുത്തുക ഒക്കെ മറിച്ചിടുന്നുണ്ട്. പിന്നെ എളുപ്പമുണ്ടല്ലോ. ഇന്നിപ്പോൾ കറി, വെജിറ്റബിൾ കറി, മീൻ, അതായത് നമ്മൾ വറക്കാൻ, അങ്ങനെ വെജും നോൺ വെജും ചേർന്നിട്ട് ഇത് രണ്ടുമാണ് ഇന്ന് പ്രധാനം. അപ്പോൾ ഏതായാലും വറുത്ത് കോരി എടുക്കുകയാണ്. ചെറിയ മത്തിയാണ് വറക്കാൻ രസം വറുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതാ ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത ട്രിപ്പ് അമ്മ അത് ഇടുന്നുണ്ട്. നല്ല വാസനയും വരുന്നുണ്ട് മീൻ വറുക്കുന്നതിൻ്റെ. ഇതാ നമ്മളെ പൂച്ച കണ്ടോ, പൂച്ച മീൻ വറുക്കണ വാസന കേട്ടിട്ട് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രാവിലെ പച്ചമീൻ്റെ തല നിന്നതാണ്. ഇനിയിപ്പോൾ ഊണഴിക്കാനുള്ള നേരത്തേക്ക് ഇറങ്ങാനായി. അപ്പോൾ ഊണ് കഴിക്കായി. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. ഇനി നമ്മളെ കറി. പിന്നെതാ മീൻ വറുത്ത് വെച്ചത് ഒക്കെ ഇവിടെ ഉണ്ട്. ഏതായാലും അമ്മയ്ക്ക് തല ഒക്കെ ഉള്ള അതാ തലയോട് കൂടി തന്നെ ഉള്ളത് അതാണ് കാര്യമായിട്ട് വേണ്ടത്. ഇഷ്ടതാണ്. 3 മത്തി വറുത്തത്, പപ്പടം കാച്ചിയതുണ്ട് നമ്മളെ പതിവ്. ആ മോര് കറി, അതായത് തൈര് ഒഴിച്ചിട്ടുള്ള കറി, അതിലേക്ക് ആ ഒരു ചേർച്ച തന്നെയാണ് നമ്മളെ മീൻ വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കായി. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.